ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെമ്മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരേ രീതിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയം നമുക്കിതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ചതച്ചിട്ടൊന്നുമല്ല, നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 6-7 ചെറിയ ഉള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സവാള, അപ്പോൾ അതും നേരിയതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട്. ഈ ഒരു പാകത്തിലാകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നീ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ആ ഒരു എണ്ണയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ എണ്ണ ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം തന്നെ 1 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം നമ്മളിതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിതൊന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നല്ല പുളിയുള്ള ഒരു മാങ്ങയുടെ ഒരു പകുതി ഭാഗം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാങ്ങ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അത്ര തന്നെ ആകുമ്പോഴേക്കും മാങ്ങ വെന്ത് കിട്ടും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ചെമ്മീനൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല എത്തുന്ന രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് അത്ര തന്നെ മതിയാകും. ആ ഒരു സമയം തന്നെ നമ്മുടെ കറി ഈ ഒരു പാകത്തിലേക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരളവ് തന്നെ മതിയാകും. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തിളപ്പിക്കാനൊന്നും വെക്കുന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു ചട്ടിയുടെ ചൂടിൽ തന്നെ അതൊന്ന് തിളച്ച് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം തന്നെയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ശരിക്കും കഴിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആയിക്കഴിഞ്ഞാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലൊന്നും ഇതുവരെ ആരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്